ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. നമുക്ക് ഈശ്വരനോടുള്ള പ്രേമം ഏതു തരത്തിലായിരിക്കണം എന്ന് പറയുന്നു മഹത്തുക്കൾ. ഒരു കാമുകന് കാമുകിയോടുള്ള പ്രേമം അല്ലെങ്കിൽ സ്നേഹം എത്ര തീവ്രമാണോ, സദാസമയത്തും അദ്ദേഹത്തെ തന്നെ ആ കാമുകി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെയാണ് കാമുകൻ കാമുകിയോടും കാമുകി കാമുകനോടും. എത്ര കണ്ട് തീവ്രതയുണ്ടോ അതുപോലെ ഒരു അമ്മയ്ക്ക് കുഞ്ഞിനോട് എത്ര കണ്ട് സ്നേഹമുണ്ടോ അത്ര കണ്ട് സ്നേഹം സർവേശ്വരനിലേക്ക് നമുക്കുണ്ടാവും. ഒരമ്മയ്ക്ക് കുഞ്ഞ് എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞിനെ ഒരിക്കലും അമ്മ മറക്കുകയില്ല. എവിടെ പോവുകയാണെങ്കിലും വീട്ടിൽ തൻ്റെ കുഞ്ഞിനെ ഓർമ്മ വരും. കുഞ്ഞിനെ ഓർമ്മിക്കുമ്പോഴേക്കും ആ അമ്മയ്ക്ക് കുഞ്ഞിന് കൊടുക്കാനുള്ള അമൃത് ചുരന്നു വരും. 14 വയസ്സ് ആയ കംസവധം കഴിഞ്ഞ് ശ്രീകൃഷ്ണൻ ജയിലിൽ കിടക്കുന്ന മാതാപിതാക്കളെ, ദേവകി വസുദേവന്മാരെ ജയിലറ തുറന്ന് അകത്തേക്ക് കടന്ന് ആ മകനെ അച്ഛനും അമ്മയും വാരിപ്പുണരുന്നു. അതുവരെ പാലൂട്ടാൻ സാധിക്കാത്ത ആ അമ്മയ്ക്ക് ആ നിമിഷത്തിൽ പോലും പാല് ചുരന്നു വന്നു എന്ന് പറയുന്നു. അപ്രകാരമാണ് ഒരമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള തീവ്രമായ പ്രേമം. അതുപോലെ ഒരു കള്ളന് താൻ കക്കാൻ ഉദ്ദേശിക്കുന്ന ധനത്തോടുള്ള ആർത്തി എപ്രകാരമുണ്ടോ അയാൾക്കത് തന്നെയാണ് മനസ്സിൽ ചിന്ത. മറ്റു ചിന്തകളൊന്നും തന്നെയില്ല. ഈ 3 ചിന്തകളും നാം എപ്രകാരം തീവ്രമാണോ അതുപോലെ ഈശ്വരനിലേക്ക് നമ്മുടെ മനസ്സ് പ്രവേശിച്ചാൽ ഈ വിഷയങ്ങളിലേക്കെല്ലാം മനസ്സിന് പോകാൻ കഴിയും. അതുകൊണ്ട് മനസ്സിനെ ഇവയെല്ലാം അനിത്യവും ക്ഷണികവുമാണെന്ന് എപ്പോഴും ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇരുന്നാൽ മാത്രമേ മനസ്സ് അവയിൽ നിന്നും പിന്തിരിയുകയുള്ളൂ. അങ്ങനെ വിഷയങ്ങളോടുള്ള ആഭിമുഖ്യത്തിൻ്റെ ശക്തി എത്രയാണോ അതേ ശക്തി സർവജ്ഞനായിരിക്കുന്ന, സർവജ്ഞനും സർവവ്യാപിയും സർവഗതനുമായിരിക്കുന്ന സർവീശ്വരനിലേക്ക് ആ മനസ്സ് തിരിഞ്ഞാൽ അപാരമായ ശക്തിയുടെ കേന്ദ്രമായി തീരും നമ്മുടെ മനസ്സും ഈശ്വരനും അപ്പോൾ ഒന്നായിത്തീരും. അപ്പോഴുണ്ടാകുന്ന കൃതാർത്ഥതയും സന്തോഷവും സംതൃപ്തിയും വർണ്ണനാതീതമാണ്. ഒരു വാക്കുകൾക്കും അതിനെ വർണ്ണിക്കാൻ സാധിക്കുകയില്ല. അതാണ് ഒരു കവി പറഞ്ഞത്, വിശ്വേശ്വരനിലീവണ്ണം വിശ്വാസം കുഞ്ഞിനമ്മയിൽ ഉളവാം പോലെ ഭക്തനു ഭഗവാനിലുദിക്കണം. വിശ്വേശ്വരനിൽ ഈ വണ്ണം ഏതുപോലെ? വിശ്വാസം കുഞ്ഞിനമ്മയിൽ. വിശ്വേശ്വരനിൽ നമുക്ക് ഏതുപോലെയുള്ള വിശ്വാസമാണോ വേണ്ടത്? കുഞ്ഞിനെ അമ്മയിൽ ഉള്ളതുപോലെ. പക്ഷേ അതിനേക്കാൾ ഉപരിയാണ് അമ്മയ്ക്ക് കുഞ്ഞിനോടുള്ളത്. കുഞ്ഞിന് എട്ടും പൊട്ടും തിരിയാത്ത കാലമാണെന്ന്. കുഞ്ഞിന് അമ്മയിൽ വേണ്ട ശ്രദ്ധ ഇല്ല എന്ന് ആ വിവേകം കുഞ്ഞിനായിട്ടില്ല. എങ്കിലും കുഞ്ഞിന് അമ്മ കൂടിയേ കഴിയൂ. അമ്മയില്ലെങ്കിൽ കുഞ്ഞ് വളരുക എന്നത് വളരെ ദുഷ്കരമാണ്. കുഞ്ഞിന് ഈ അമ്മയല്ലെങ്കിൽ വേറെ ഏതമ്മ കിട്ടിയാലും മതി. എന്നാൽ അമ്മയ്ക്കാവട്ടെ തൻ്റെ കുഞ്ഞിനെ കിട്ടണം. ഒരു യഥാർത്ഥ അമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനോടുള്ള അഭിനിവേശം അപാരമാണ്, വാചാമഗോചരമാണ്. ആ
മനോഭാവം, ഒരമ്മയ്ക്ക് കുഞ്ഞിലുള്ള മനോഭാവം, ഒരു കുഞ്ഞിന് അമ്മയുടെ സാന്നിധ്യം അനിവാര്യമെന്നതുപോലെ അമ്മയില്ലെങ്കിൽ കുഞ്ഞിന് നിലനിൽപ്പില്ല. കുഞ്ഞിൻ്റെ ആരോഗ്യത്തെ നിലനിർത്തുന്ന അമൃത് അമ്മയിലാണ് നിക്ഷേപിച്ച് വച്ചിരിക്കുന്നത്. അതുകൊണ്ട് കുഞ്ഞിന് അമ്മയാണ് സർവസ്വം. അതുപോലെ നമുക്ക് സർവസ്വമായിരിക്കുന്നത് സർവേശ്വരനാണ്. ഒരു കുഞ്ഞിന് അമ്മ എങ്ങനെയാണോ അതുപോലെയാണ് ഈശ്വരൻ നമുക്കോരോരുത്തർക്കും. ഒരു മത്സ്യത്തിന് ജലമില്ലെങ്കിൽ നിലനിൽപ്പില്ല. മത്സ്യത്തിൻ്റെ അകത്തും പുറത്തും ജലമാണെങ്കിലും മത്സ്യത്തിന് ജലം എവിടെയാണ് എന്ന് അന്വേഷിക്കുന്നത് പോലെയാണ്. കാരണം തൻ്റെ നിലനിൽപ്പ്, താനിവിടെ ഉണ്ടായത് തന്നെ, താൻ നിലനിൽക്കുന്നത് തന്നെ ജലം ഉള്ളത് കൊണ്ടാണ്. എന്നിട്ട് ആ ജലത്തെയാണ് തെരഞ്ഞു നടക്കുന്നത്. നമ്മളും അതുപോലെ നമുക്കാശ്രയവും അവലംബവും സർവസ്വമായിരിക്കുന്ന ഈശ്വരനെ തെരഞ്ഞാണ് നമ്മൾ നടക്കുന്നത്. ആ ഈശ്വരൻ്റെ സാന്നിധ്യത്തെ പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാവുക നമ്മെ തന്നെ നോക്കിയാൽ മതി. ആ സർവേശ്വരൻ്റെ അപാരമായ വൈഭവമല്ലേ ഈ കാണുന്നത് എന്ന ബോധമുണ്ടാകുമ്പോൾ ആ സർവേശ്വര പാദങ്ങളിൽ നമ്മെ തന്നെ നാം സമർപ്പിക്കും. ഈ മനോഭാവം നാം വളർത്തണം. അതുപോലെ ആ ഒരു കുഞ്ഞിനെ അമ്മയിൽ എന്ന പോലെ ഭഗവാനിൽ നമുക്കുദിക്കണം. ആ സർവേശ്വരനാണ് ഈ കുഞ്ഞിനെ തന്നത്, കുഞ്ഞിന് വേണ്ട പാല് തന്നത്, ആ പാലിന് വേണ്ട സർവ ഉപാധികളും തന്നത്, ശരീരത്തെ ഇപ്രകാരം സൃഷ്ടിച്ചത്. ഇതെല്ലാം ഈശ്വരൻ്റെ സാന്നിധ്യമല്ലേ? ഇതിൻ്റെ പിന്നിലൊക്കെ ഒളിച്ചിരിക്കുന്ന ആ മഹാപ്രഭുവിനെ, ഇതിൻ്റെ പിന്നിലെല്ലാം ഒളിഞ്ഞിരിക്കുന്ന ആ മഹാപ്രഭുവിനെ വിവേകം കൊണ്ട് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. വികാരത്തിനടിമയാകുമ്പോൾ ഒരിക്കലും അതിനെ കാണാൻ സാധിക്കുകയില്ല. വിവേകം ഉദിക്കുമ്പോൾ നമുക്ക് ഈശ്വര സാന്നിധ്യം ഇവിടെ ഇപ്പോഴാണ് എന്ന് ബോധ്യം വരും. എവിടെ എപ്പോഴെങ്കിലുമല്ല, ഇവിടെ ഇപ്പോഴാണ് അതുള്ളത് എന്ന പരമസത്യം നമുക്ക് ബോധ്യമാകും. വിശ്വേശ്വരനിലീവണ്ണം വിശ്വാസം കുഞ്ഞിനമ്മയിൽ. ഒരു കുഞ്ഞിന് അമ്മയിൽ എപ്രകാരം വിശ്വാസമുണ്ടോ അതുപോലെ വിശ്വേശ്വരനിൽ നമുക്ക് വിശ്വാസം വേണം. ആ സർവേശ്വരൻ്റെ സാന്നിധ്യം കൊണ്ടാണ് നാം ഇവിടെ നിലനിൽക്കുന്നത്. അമ്മയാണ് കുഞ്ഞിന് സർവസ്വം. ആ ബോധം നമുക്കുണ്ടാവണം. അത് ഭഗവാനിൽ അപ്രകാരത്തിലുള്ള ഒരു മനോഭാവം നമുക്ക് ഈശ്വരനിൽ വന്നാൽ നാം സുരക്ഷിതരായി എന്നാണ്. വിശ്വേശ്വരനിലീവണ്ണം വിശ്വാസം കുഞ്ഞിനമ്മയിൽ ഉളവാം പോലെ ഭക്തനെ ഭഗവാനിൽ ഉദിക്കണം. ഭഗവാനിൽ ആ ബോധം നമുക്ക് ഉദിക്കണം.